ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഹോം ഓട്ടോമേഷൻ. ഹോം ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വളരെ ചിലവേറിയ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. പക്ഷേ നമുക്ക് ചില ഐറ്റംസ് വെച്ചിട്ട്, ചില പുതിയ ഡിവൈസസ് വെച്ചിട്ട് വളരെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതൊരു ഡിവൈസ് ആവാം, അല്ലെങ്കിൽ 5-6 ഡിവൈസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പൈസ ഉള്ളൂ, അപ്പം ആ കുറച്ച് പൈസ വെച്ചിട്ട് നമുക്ക് 1-2 ഡിവൈസ് മേടിച്ച് നമുക്ക് 1-2 ഇപ്പോൾ ഫാനോ ലൈറ്റോ അങ്ങനെ കൺട്രോൾ ചെയ്യാം. ലേറ്റർ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഡിവൈസസും ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിവൈസസും ഉണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ചിലവ് കുറഞ്ഞ ഐറ്റംസ് എങ്ങനെ ചെയ്യാൻ പറ്റും. വലിയ ഫുൾ സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിലുള്ള ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓട്ടോമേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മോഷൻ സെൻസർ ലൈറ്റ്സ്. ഇതൊരു ഫിലിപ്സിൻ്റെ ഒരു ലൈറ്റാണ്, മോഷൻ സെൻസർ ഉള്ളതാണ്. ഇത് ഒരു 400-400 ആ റേഞ്ചിൽ കിട്ടുന്ന ബൾബാണ്. അതിന് വില കുറഞ്ഞ ചൈനീസ് മോഡൽസ് ഉണ്ട്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ ബൾബുകൾ. ഇപ്പോൾ ഫിലിപ്സ്, ഹാവൽസ്, വിപ്രോ അങ്ങനെ പല ബ്രാൻഡുകളും ഇറക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അത് നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും ഇത് ഇടുവാണെങ്കിൽ ഇപ്പം നൈറ്റ് ആരെങ്കിലും വരുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഏരിയയിലുള്ള ലൈറ്റ് ഓൺ ആവും. ഞാൻ ഒരെണ്ണം ബാക്ക് സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല സെൻസിറ്റിവിറ്റിയാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് ഓൺ ആവും. പക്ഷേ ഇതിനകത്തൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കണം. സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിൽ ഇത് ഓൺ ആവും. അപ്പം അപ്പോൾ നമുക്ക് നൈറ്റ് ടൈമിൽ ഓൺ ചെയ്ത് ഇടുവാണെങ്കിൽ മാത്രമേ ഇത് ഒരു പർപ്പസ് ഇതാവുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് ഈ ഡേ ടൈമിലും ആരെങ്കിലും മൂവ് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് കത്തിക്കിടക്കും. അപ്പം അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഐറ്റമാണ് സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ കാറ്റഗറി. ഈ സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ കാറ്റഗറി ഇപ്പം കുറേ ആയിട്ടുണ്ട്. ടാറ്റ ഈസി പവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചിരുന്നു, അബോഡി ടെക് എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി വൈഫൈ കണക്ടിവിറ്റിയാണ്. അപ്പം വൈഫൈയിലുണ്ടെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കുറേ സീൻസും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാം. കാണാനും സ്റ്റൈലിഷാണ്, ടച്ച് സെൻസിറ്റീവ് ആണ്. അപ്പം ഇതിങ്ങനെ നമ്മൾ ലിറ്റപ്പ് ചെയ്യും, നമ്മൾ ഇത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത കാണാൻ ഓക്കെ, സംഭവം കൊള്ളാം. പക്ഷേ ഈ വൈഫൈ കണക്ടിവിറ്റിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്, സിറ്റ് ഔട്ടിലെ ലൈറ്റ്. അത് നമ്മൾ ഇതിൽ മോഷൻ സെൻസറിൽ കൊടുക്കുവാണെങ്കിൽ അത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഡേ ടൈമും നൈറ്റ് ടൈമും ഇതുപോലെ ഓണാവും, ആവശ്യമില്ലാത്ത സമയത്ത് ഇത് ഓണാവും. പക്ഷേ ഇതുപോലുള്ള ചെറിയ ഓട്ടോമേഷൻ ഐറ്റത്തിൽ വെക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ടൈമിൽ, അതായത് 6 മണി കഴിഞ്ഞ് വൈകുന്നേരം 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ ആ സമയത്ത് ഇന്ന കാര്യം ഓണാകുക അല്ലെങ്കിൽ ഓഫ് ആവുക, അല്ലെങ്കിൽ ആ സമയത്ത് സെൻസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവിടെ ഓണാവുക, അല്ലെങ്കിൽ ആ സമയത്ത് ഓണായി കിടക്കണം. അത് നമുക്ക് ഫോണിൽ കൂടെയോ അലക്സ വഴിയോ, ഇതിനകത്താണെങ്കിൽ കുറേ കണക്ടിവിറ്റി ഉണ്ട്. അലക്സ, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, പിന്നെ ആപ്പ് സ്റ്റോർ, ഗൂഗിൾ പ്ലേ, ഇതൊക്കെ ആയിട്ട് കോമ്പാറ്റബിൾ ആണ്. മെയിൻലി നമുക്ക് അലക്സയുടെ അടുത്തോ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് അടുത്തോ പറഞ്ഞിട്ട് വോയിസ് കമാൻഡ് കൊടുത്ത് ഓൺ ചെയ്യുക. ഈ കണക്റ്റഡ് ഏരിയാസ് 3 സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഇത് ആക്ച്വലി കൊള്ളാം, നല്ലൊരു ഫീച്ചറാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്കൊന്ന് നിയർലി 2000 ആണെന്ന് തോന്നുന്നു. 3 gang സ്വിച്ചാണത്. അപ്പം നല്ലൊരു ഓപ്ഷനാണ്, കാണാനും സ്റ്റൈലിഷാണ്. ഞാനത് കണക്ട് ചെയ്ത് കാണിക്കാം. അടുത്തായിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന കുറേ ഓറഞ്ച് ബോക്സസ്. ഇതെന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടടിച്ചിട്ടുണ്ടാവും. ഇത് ഒരു തരം ഓട്ടോമേഷനാണ്. ഇതിപ്പം സോൺ ഓഫ് ബ്രാൻഡിൻ്റെയാണ്. ഇത് സിഗ്ബി എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത്, വൈഫൈ, RF അതുപോലെ തന്നെ ഒരു ടെക്നോളജിയാണ് സിഗ്ബിയിൽ തന്നെ വളരെയധികം വേരിയൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് സിഗ്ബി അത്ര മനസ്സിലാക്കാം. അതിൻ്റെ പല മോഡ്യൂൾസാണ് ഈ കാണുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ ഇപ്പം ഞാൻ മുമ്പേ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഐറ്റം വൈഫൈ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പം ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. പക്ഷേ ഈ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വയർലെസ് ഡിവൈസസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് വൈഫൈ ഡിവൈസസിൽ. അതായത് ഫോർ എക്സാമ്പിൾ ഡോർ സെൻസേഴ്സ്, വിൻഡോ സെൻസേഴ്സ്, ഇതിൻ്റെ അകത്തൊക്കെ ബാറ്ററി നമുക്ക് ഈ സെൽ ബാറ്ററീസ് യൂസ് ചെയ്യണം. വിൻഡോ സെൻസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെയാണ് സെൻസേഴ്സ് ഉള്ളത്. ഇതുപോലെ ആയിരിക്കും സെൻസേഴ്സ്. ഡോറിൻ്റെ 2 സൈഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഡോറ് ഒരു സൈഡ് മാറുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് അത് ഇത് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുൾ ടൈം ബാറ്ററി ഉണ്ടാവും. അല്ലാതെ നമുക്ക് ഡോറിൽ കൊണ്ട് കേബിളൊന്നും കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഡോർ ഓപ്പൺ ചെയ്യുന്ന സ്ഥലങ്ങളിൽ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബാറ്ററി ഉപയോഗിക്കും. ബാറ്ററി ഒരു 1 month പോലും കിട്ടില്ല. ഏതാ? ഈ സെൽ ബാറ്ററീസ് ആണ്. ഏതാ? CR2032 ഇതുപോലത്തെ സെൽ ബാറ്ററീസ് ആണ്. അപ്പം ഇത് നമുക്ക് മുതലാകത്തില്ല. ഇപ്പം 2 ആഴ്ചയൊക്കെ ലൈഫ് ഒരു ഇങ്ങനത്തെ ബാറ്ററി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയി പോകും. അപ്പം ഈ വൈഫൈയുടെ ഒരു ഇന്റർ കണക്ടിവിറ്റിയുടെ ഒരു ലിമിറ്റേഷനാണ് അത്, ഈ പവർ കൺസപ്ഷൻ അധികം എന്നുള്ളത്. അപ്പം അത് മാത്രമല്ല, ഈ വോൾ പെനിട്രേഷൻ, ഈ റൂമിൽ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിൽ പോകുമ്പോഴത്തേക്കും സിഗ്നൽ ലോസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ ഡ്രോബാക്സ് ഈ സിഗ്ബി ടെക്നോളജിയിൽ അവോയ്ഡ് ചെയ്യും. പിന്നെ സിഗ്ബിയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെഷ് കണക്ടിവിറ്റി. അതായത് ഇപ്പം ഒരു റൂട്ടർ ഇവിടെ ഉണ്ട്, ഡിവൈസ് അവിടെ ഉണ്ട്. ഈ റൂട്ടറിൽ നിന്നാണ് എല്ലാ ഡിവൈസിലോട്ടും സിഗ്നൽ പോകുന്നത്. പക്ഷെ സിഗ്ബിയിൽ അങ്ങനെയല്ല. ഇപ്പം ഇതിൻ്റെ കൺട്രോളർ എന്ന് പറയുന്നത് ഇത്രയുള്ള ഇതാണ്. ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട്, ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട്, ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട്, ഇവിടെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇതിലോട്ടും സിഗ്നൽ പോവും, ഇതിൽ നിന്ന് ഇതിലോട്ട് സിഗ്നൽ ആവും. ഓക്കെ, പക്ഷെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ ബ്രിഡ്ജിൽ നിന്ന്, ഇതിന് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്, സിഗ്ബി ഡിവൈസിൻ്റെ ബ്രിഡ്ജ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ബ്രിഡ്ജിൽ നിന്ന് ഈ ഡിവൈസ് എക്സ്റ്റെൻഡ് ചെയ്യും അടുത്തതിലോട്ട്. അതാണ് മെഷ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ സിഗ്ബിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി വളരെ നല്ലതാണ് കമ്പയറിങ് ടു വൈഫൈ ആൻഡ് അത് ബ്ലൂടൂത്തോ അങ്ങനത്തെ വേറെ ടെക്നോളജി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര പവർ കൺസപ്ഷൻ വളരെ കുറവാണ്. എന്നാൽ കണക്ടിവിറ്റി ഈസ് വെരി ഗുഡ് ബിക്കോസ് ഓഫ് ദ മെഷ് കണക്ടിവിറ്റി. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു ബ്രിഡ്ജ് മേടിച്ചിട്ട് 1-2 ഇതൊരു ഡോർ സെൻസറാണ്, ഒരു ടെമ്പറേച്ചർ സെൻസറുണ്ട്, പിന്നെ ഇത് മോഷൻ സെൻസറാണ്, പിന്നെ ഒരു വയർലെസ് സ്വിച്ച് ഉണ്ട്, പിന്നെ ഇത് ഒരു സ്മാർട്ട് സ്വിച്ച്. മീൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിങ്ങനെ ഓരോരോ ഐറ്റംസ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കൺട്രോൾ ചെയ്യാം. ഇപ്പം ഡോർ സെൻസറാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ അലാം കിട്ടും. പിന്നെ നമുക്ക് അതിനനുസരിച്ച് കുറേ സീൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മീൻസ് ഒരു ഡോറ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആ റൂമിലെ ലൈറ്റോ ഫാനോ അല്ലെങ്കിൽ TV ഓണാകുന്ന അങ്ങനത്തെ കുറേ സെറ്റപ്പുകൾ. പിന്നെ നമുക്ക് അങ്ങനെ നമുക്ക് എൻഡ്ലെസ് പോസിബിലിറ്റീസ്, അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ ടെമ്പറേച്ചർ സെൻസർ വെക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് AC ഓൺ ആവുന്നു. നമ്മുടെ റിക്വയർഡ് നമ്മൾ പ്രീസെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ ഇടണം, അല്ലെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെയൊക്കെ കണക്ടിവിറ്റി പവർ 6 amps ഒക്കെയാണ് അവർ കമ്പനി അവകാശപ്പെടുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇതിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ AC-ക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു കോൺടാക്ടർ മേടിച്ചിട്ട് അത് ഇതിലോട്ട് പാരലലി കണക്ട് ചെയ്ത് കോൺടാക്ടർ ത്രൂ AC നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേറെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വാൽവ്. ഇതും സിഗ്ബി കണക്ടിവിറ്റി ഉള്ളതാണ്. ഇത് നമുക്ക് പല ഇതിൽ കണക്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഗ്യാസ് ലൈൻ, നമ്മുടെ ഗ്യാസ് കണക്ഷൻ്റെ അവിടെ കൊടുക്കാം. പലപ്പോഴും വീട്ടമ്മമാർ പുറത്തൊക്കെ പോകുമ്പം
അയ്യോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തോ എന്നുള്ള ടെൻഷൻ കാരണം എപ്പോഴും അങ്ങനെ അങ്ങനെ ഇരിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണിത്. നമുക്ക് ഫോണിൽ കൂടെ തന്നെ ഗ്യാസിൻ്റെ ഇത് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഇതുണ്ടെങ്കിൽ. അല്ലാതെ വേറെ രണ്ടൊന്നും ഞാൻ ഇത് മേടിച്ചോന്ന് പറഞ്ഞാൽ ആക്ച്വലി ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ വൈകുന്നേരം ഒരു 5 മണി തൊട്ട് 5:30 വരെ വെള്ളം നനയ്ക്കാൻ നമ്മളൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാൽവ് ഓപ്പൺ ആയിട്ട് ഇത് ചെയ്യും. വാൽവ് ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഓപ്പൺ ആവും. നമ്മുടെ ആ വാൽവിൽ ഇങ്ങനെ നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പണും ക്ലോസും ഇങ്ങനെ ആവും. സിമ്പിൾ ആസ് ദാറ്റ്. അടുത്തത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ അല്ല, ഒരു കൺട്രോളിങ് ഡിവൈസസ്, മോഷൻ സെൻസർ ഡിവൈസ് ആണിത്. ഇത് മൈക്രോവേവ് ബേസ്ഡ്, ഇത് മോഷൻ സെൻസർ ബേസ്ഡ്. രണ്ടും മോഷൻ സെൻസർ എന്ന് നമുക്ക് പറയാം. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്കൊരു ഡിവൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. മീൻസ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സെൻസ് ചെയ്യുകയാണെങ്കിൽ, ഡിവൈസ് സെൻസ് ചെയ്യുകയാണെങ്കിൽ അപ്പം ലൈറ്റ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഫാൻ ഓൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പ്രീസെറ്റ് ടൈമിൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള 600 രൂപ 700 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഡിവൈസസ് ആണിത്. അപ്പം നമുക്ക് ചിലവ് കുറഞ്ഞ കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പോകാം. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഈസിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ ഓൾട്ടർ ചെയ്യേണ്ടി വരും, അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ അകത്ത് കണക്ടിവിറ്റി ചേർത്ത് കട്ട് ഓഫ് ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈസിയാണ്. എന്നാൽ പോലും കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ ഈ ബൾബ് പിടിക്കുക, സ്ക്രൂ ഹോൾഡറിൽ നിന്ന് ഊരി ബൾബ് ഊരിയിട്ട് ഈ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പല ഐറ്റംസിലും എനിക്ക് ആക്ച്വലി പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് സിഗ്ബി ഡിവൈസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം മോഡൽസ് മേടിച്ചത്. ഇനിയും ഞാൻ മേടിക്കും. എനിക്ക് തോന്നുന്നു പറ്റുന്നത്ര എൻ്റെ വീട്ടിൽ കൺട്രോൾ ചെയ്യാൻ എന്നാൽ നോക്കും. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ അധികം ലെങ്തി ആവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ അതിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അല്ലെങ്കിൽ അതൊരു ലെങ്തി വീഡിയോ ആയി. ഇപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാനത് എങ്ങനെയാണ് താല്പര്യമുള്ളവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ കോസ്റ്റും ഞാൻ പറഞ്ഞുതരാം. എനിക്കൊന്ന് ഈ ബ്രിഡ്ജിന് എനിക്കൊരു 2000 സംതിങ് പ്രൈസേ ഉള്ളൂ, ഏകദേശം 2500 അങ്ങനെയാണ്. പിന്നെ ഇത് ഓരോ ഡിവൈസിനും 1000, 1200, 1500 അങ്ങനെ ആണ് ഓരോ ഡിവൈസിനും. അപ്പം സിമ്പിളായിട്ട് ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണവും ഒരു 1-2 ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് വളരെയധികം അഡ്വാൻസ്ഡ് ലെവലും ഉണ്ട്. അപ്പോൾ അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ പക്ഷെ അതിന് കുറച്ച് കോഡിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ ലെവലിലൊന്നും ആയിട്ടില്ല, എന്നാലും ബേസിക്കായിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, എന്തായാലും ഞാൻ ഇൻസ്റ്റലേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ്, സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, അത് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായും എന്തെങ്കിലും ചേഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, താങ്ക് യു.